ഹലോ മക്കളെ, ഇത് നമ്മുടെ 2025 മോഡൽ എക്സാമിന് വന്ന ഒരു കിടിലൻ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് കോണിക് സെക്ഷനിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫിഗർ ഉൾപ്പെടെ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു പാരാബോളയുടെ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. ആ ഇക്വേഷൻ ബേസ് ചെയ്ത് അതിൻ്റെ ഫോക്കസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വലിയ ടഫുള്ള ഒരു ചോദ്യമല്ല. കാരണം നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് y² = 4ay എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ ബൈ ദ കമ്പാരിസൺ നമുക്ക് പറയാം 4a = 8, ദാറ്റ് ഈസ് a = 8/4, അഥവാ നമുക്ക് എന്ത് പറയാം മക്കളെ, 2 എന്ന് പറയാം. ഫോക്കസ് നമുക്ക് കിട്ടി. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് ലാറ്റിസ് റെക്റ്റത്തിന്റെ ലെങ്ത് ആണ്. അതും ടഫുള്ള ഒരു ചോദ്യമല്ല. കാരണം ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അതിന്റെ ഇക്വേഷൻ എന്താണ്, 4a ആണ്. ദാറ്റ് ഈസ് 4 × 2, ദാറ്റ് ഈസ് 8. അടുത്ത അതിന്റെ ബി പാർട്ടാണ് ഈ ഫിഗർ പഠിക്കേണ്ടി, അല്ലെങ്കിൽ ഈ ഫിഗർ പഠിച്ച് ചെയ്യേണ്ട ചോദ്യം. അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സർക്കിളിന്റെ, ഇവിടെ ഒരു സർക്കിൾ കണ്ടല്ലോ, ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ഇതിന്റെ സെന്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ റേഡിയസും, ഈ സർക്കിളിന്റെ റേഡിയസും നമുക്ക് വേണം. ഇവർ ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ്, ഇത് ഒറിജിൻ ആണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഇത് ഒറിജിൻ ആണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഇത് ഒറിജിൻ ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് 0 0 ആയിരിക്കും. അതിൽ സംശയമൊന്നുമില്ല, 0 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് സെന്റർ കിട്ടി, അതായത് സർക്കിളിന്റെ സെന്റർ കിട്ടി 0 0 ആണ്. എങ്കിൽ നമുക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും നമുക്ക് റേഡിയസ് വേണം. റേഡിയസ് വേണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കോർഡിനേറ്റ് കിട്ടിയാൽ നമുക്ക് റേഡിയസ് കിട്ടും. കാരണം ഇതാണ് 6. അപ്പോൾ ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് എങ്ങനെ കിട്ടും? നമുക്കറിയാം ഫോക്കസ് നമുക്ക് കിട്ടി. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എത്ര? ഫോക്കസ് എന്ന് പറഞ്ഞാൽ 2 0 ആണ്. അതായത് a 0 ആണ്, ദാറ്റ് ഈസ് 2 0. ഇതാണ് ഫോക്കസ്, ഇതാണ് 2 0, ഇതാണ് 2 0. മക്കളെ, ഈ ലാറ്റിസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഒരൊറ്റ വര കണ്ടു, ഈ ഒരു വരയാണ് ലാറ്റിസ് റെക്റ്റം. അപ്പം ലാറ്റിസ് റെക്റ്റം എത്ര ആണെന്നാണ് നമുക്ക് കിട്ടിയത്? 8 ആണെന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഇത് ടോട്ടൽ, ഈ ഒരു ലൈൻ നോക്കുക, ഈ ഒരു ടോട്ടൽ ലൈൻ 8 ആണ് എങ്കിൽ എത്ര വരും? ഇത്രയും 4 ആണ്, ഇത്രയും 4 ആണ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കിട്ടാൻ വല്ല പ്രയാസവും ഉണ്ടോ? ഇവിടുത്തെ പോയിന്റ് നേരെ ആദ്യം എക്സ് ആക്സിസിലോട്ട് നോക്കുക, അത് 2 ആണ്. ദാറ്റ് ഈസ് എക്സ് ആക്സിസ് 2. വൈ ആക്സിസ് എന്താ? വൈ ആക്സിസ് ഇത്രയും 4 ആണ്. വൈ ആക്സിസ് നോക്കുമ്പോൾ ഇത്രയും 4 ആണ്. അപ്പം 2 4. നമുക്ക് കോർഡിനേറ്റ് കിട്ടി എത്രയാണ്? എല്ലാവരും പഠിച്ചോളുക, 2 4. കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു, 2 4 2 4 2 4. അപ്പം നമുക്ക് റേഡിയസ് കാണാം. അതെങ്ങനെയാ സാർ റേഡിയസ് കാണുന്നത്? മക്കളെ, ഇത് 0 0 അല്ല, ഇത് 2 4 ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ബൈ ദ ഡിസ്റ്റൻസ് ഫോർമുല. എങ്ങനെയാണ്? എല്ലാവരും പഠിക്കുക. ബൈ ദ ഡിസ്റ്റൻസ് ഫോർമുല. 0 0 ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ്, 2 4 ഉണ്ട്, 2 4 ഉണ്ട്. ബൈ ദ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എന്ത് പറയാം? ഇത് x1 ഉം ഇത് y1 ആയിട്ട് എടുത്താൽ, ഇത് x2 ഉം ഇത് y2 ആയിട്ട് എടുത്താൽ, ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് എന്ത് പറയാം? r = ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. √y2 - y1 ² x2 - x1. തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല, y2 ആണെങ്കിലും x1 ആണെങ്കിലും, കാരണം റൂട്ട് ഉള്ളത് കൊണ്ട് എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക x1 - x2 ² എന്നായിരിക്കും. അതെങ്ങനെ ചെയ്താലും കുഴപ്പം ഇല്ല. ഓക്കെ ആണല്ലോ? ഇനിയും നമുക്കിനി ബേസിക് ഫോർമുല വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, x2 - x1 ² y2 - y1. യെസ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും മക്കളെ? 2² + 4² എന്ന് വരും. ദാറ്റ് ഈസ് 4 + 16. 4 + 16 എത്ര? √20. റേഡിയസ് അഥവാ r √20 എന്ന് കിട്ടി. എല്ലാവർക്കും കഥ മനസ്സിലായോ? ചോദ്യം മനസ്സിലായല്ലോ? ഇപ്പോൾ ഇത് എളുപ്പമായിട്ടുള്ള ചോദ്യമായിട്ട് വന്നില്ലേ? അപ്പോൾ കോണിക് സെക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് ഇക്വേഷൻ വേണം. ഇക്വേഷൻ, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണുന്നത്? x - h. അതിൻ്റെ ഫോർമുല എന്താ? എല്ലാവരും പഠിച്ചിരിക്കണം. x - h ² y - k² = r². ഇവിടെ h0 k0, കാരണം ഒറിജിൻ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? x - 0 ² y - 0 ² r എത്ര? √20. √20 that is x² + y² = √20.
ഈ സർക്കിളിൻ്റെ ഫോർമുല കിട്ടിയോ? എല്ലാവർക്കും ഈ ഐഡിയ കിട്ടിയോ? ബേസിക് ആണ് ഈ ഒരു ഐഡിയ. എല്ലാവർക്കും കിട്ടിയെങ്കിൽ എല്ലാവരും ഫയർ ഇമോജി ഇടുക. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ കോണിക് സെക്ഷൻ്റെ ബേസിക് ഐഡിയ മാത്രം മതി ഈ ഇക്വേഷൻ ചെയ്യാൻ. എല്ലാവരും പഠിക്കുക. യെസ്.